ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള ഒരു അടിപൊളി ട്വിസ്റ്റഡ് ത്രില്ലർ മൂവിയാണ്. മൂവിയുടെ പേര് സിറഗൻ. ഈ കഥയുടെ ചുരുക്കം എന്ന് വെച്ചാൽ ഒരു സിറ്റിയിൽ ഒരു ലേഡി റിപ്പോർട്ടർ കൊല്ലപ്പെടുകയാണ്. എന്നാൽ ആ ഒരു കേസ് അന്വേഷിക്കുന്നത് സ്വന്തം അനിയത്തിയെ നഷ്ടപ്പെട്ടിട്ടുള്ള ഇൻസ്പെക്ടർ ആയിട്ടുള്ള നമ്മുടെ നായകനാണ്. എന്നാൽ റിപ്പോർട്ടറുടെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ തേടി പോകുമ്പോൾ കണ്ടെത്താൻ പറ്റിയത് പല രഹസ്യങ്ങളും പല ട്വിസ്റ്റുകളുമാണ്. നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, അവസാനമാകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റോട് കൂടിയായിരിക്കും കഥ അവസാനിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണണം തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ എനിക്കൊരു സപ്പോർട്ടിനായിട്ട് എല്ലാ കൂട്ടുകാരും ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മൾ കഥ ആരംഭിക്കല്ലേ. ഈ കഥയുടെ ആരംഭത്തിൽ 2022 ഡിസംബർ 7-ാം തീയതി രാത്രിയായപ്പോൾ തന്റെ ഡോഗുമായിട്ട് ഒരാള് വാക്കിങ്ങിനൊക്കെ പോയിട്ട് നൈറ്റ് തിരിച്ച് ഫ്ളാറ്റിലേക്ക് വരികയാണ്. അപ്പോഴാണ് തൊട്ടടുത്ത നെയ്ബറിന്റെ ഫ്ളാറ്റിലേക്ക് നോക്കിയിട്ട് നായ വല്ലാതെ കുറയ്ക്കുന്നത്. എന്നാൽ അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാതെ ആ ഒരു നായം കൂട്ടിട്ട് തന്റെ ഫ്ളാറ്റിലേക്ക് അയാൾ കയറി പോവാണ്. അപ്പോഴാണ് ആ ഒരു നായ കുരച്ചിരുന്നില്ലേ, ആ ഒരു ഫ്ളാറ്റിലെ ആരാണ് നമ്മൾ കാണുന്നത്? അതൊരു പെൺകുട്ടിയാണ്. ഇവളുടെ പേര് സുമ എന്നാണ്. ഇവളൊരു റിപ്പോർട്ടറാണ്. നൈറ്റ് ഒന്ന് ഫ്രീ ആയപ്പോൾ എന്തോ റീൽസ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഏതോ ഒരു അജ്ഞാതൻ ആ ഒരു ഫ്ളാറ്റിലേക്ക് വന്നിട്ട് സുമയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ്. എന്നാൽ ആരാണ് വന്നത്, എന്തിനാ ഇപ്പോൾ കൊലപ്പെടുത്തുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ സുമ കൊല്ലപ്പെട്ട അറിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ പോലീസ് ടീം ആ ഒരു മർഡർ സീനിലേക്ക് വരികയാണ്. ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഇമ്പയാണ്. അതായത് ഇമ്പ തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ. അങ്ങനെ ആ ഒരു ഫ്ളാറ്റ് മുഴുവനായിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് ഹീറോ ഒന്ന് അരിച്ച് പെറുക്കി നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയുടെ അസിസ്റ്റന്റ് ഫഹദ് വന്നിട്ട് ഇതുവരെ ഫഹദ് കളക്ട് ചെയ്തിട്ടുള്ള ചില ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇമ്പ നീ ഒരു കാര്യം ചെയ്യ്, ഓൾറെഡി പെൻഡിങ് ഒരു കേസില്ലേ, നീ അത് ഡീൽ ചെയ്യ്, ഇത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആ ഒരു വീട്ടിൽ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ഐറ്റംസ് നോക്കുമ്പോൾ, അതായത് ഈ കോഫി കപ്പ്, സുമ യൂസ് ചെയ്ത ഫോണിലെ ഫിംഗർ പ്രിന്റ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവളൊരു റൈറ്റ് ഹാൻഡ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് ഒരു അസിസ്റ്റന്റ് പറയുന്നത്, സാറേ ഇവരുടെ മർഡർ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത നെയ്ബറാണ്, അങ്ങേര് വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്ബറിനെ ഇമ്പ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നത്, കഴിഞ്ഞ രാത്രി സാധാരണ എന്റെ ഡോഗായിട്ടുള്ള ലക്കി കൂട്ടിയിട്ട് ഞാൻ നടക്കാൻ പോകാറുണ്ട്. വാക്കിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു ഫ്ളാറ്റിലേക്ക് നോക്കിയിട്ട് വല്ലാതെ അവൻ കുറയ്ക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറിയിട്ടും അവൻ കുറെ നിർത്താതായപ്പോൾ ഞാൻ സംശയത്തിൽ വന്നൊന്ന് തുറന്നു നോക്കിയതാ. അപ്പോഴാണ് ഇവര് മരണപ്പെട്ട കണ്ടേ. ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്തു. എനിക്ക് ഇവരെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല സാറേ, സാധാരണ ഒരു നെയ്ബർ മാത്രം. അത് കേട്ടപ്പോൾ ഹീറോ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്, നീ ആ ഫോം എടുത്തിട്ട് വാ. അല്ല, ഇത് നിങ്ങളുടെ പേരുള്ള ഫോം അല്ലേ? പിന്നെ ഒരു പരിശീലനം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റില് 5 ഫ്ലാറ്റുകളൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ നെയ്ബർ പറയുന്നുണ്ട്, സാറേ ഈ സുമയും അവരുടെ ഹസ്ബൻഡ് കൂടി വന്നിട്ടാണ് ഒരു ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് പറയുന്നത്. അവരുടെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പോളിസിയിൽ ഒപ്പിട്ട് കൊടുത്തു. അപ്പം ഞാൻ അവരെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് കൂടുതൽ അവരെ അറിയില്ല സാറേ. അപ്പോൾ ഹീറോ ആയിക്കോട്ടെ, എന്നൊരു കാര്യം ചെയ്യ്, താൻ തന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ടീമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയിക്കോ. അപ്പോഴാണ് ഒരു അസിസ്റ്റന്റ് അല്ലേ ലോക്കായ സുമയുടെ ഫോൺ അൺലോക്ക് ചെയ്ത് കൊണ്ടിരുന്നത്. ആ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ഇമ്പയ്ക്ക് എന്തോന്ന് കത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു റൂമിൽ ഒരു കോഫി കപ്പ് വെച്ചിട്ടുണ്ട്. എന്നാൽ സുമ മരണപ്പെടുന്നതിന് മുൻപെടുത്ത ആ ഒരു ഫോട്ടോയിൽ ആ ഒരു കപ്പുള്ള പൊസിഷനിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഇപ്പോൾ ആ കപ്പുള്ളത്. അതായത് സുമയുടെ മരണശേഷം ആ ഒരു കപ്പ് ആരോ നീക്കി വെച്ചിട്ടുണ്ട്. അത് കൊലയാളി ആയിരിക്കാലോ. അപ്പോഴാണ് എൻക്വയറി റിപ്പോർട്ട് വരുന്നത്. അതിൽ നോക്കുമ്പോൾ വിഷം ഉള്ളിൽ കടന്നിട്ടാണ് സുമ മരണപ്പെട്ടെന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് പിന്നെ കേസ് ക്ലോസ് ആയില്ലേ. അങ്ങനെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് എംബിയുടെ ഹയർ ഓഫീസർ ചോദിക്കുന്നത്, അല്ല നീ ഇപ്പോൾ റിലാക്സ് അല്ലേ, ടെൻഷനൊക്കെ പതിയെ മാറി തുടങ്ങിയില്ലേ? അപ്പൊ ഇമ്പ മാറി തുടങ്ങിയെന്ന് വെച്ചാൽ ഇടയ്ക്ക് അനിയത്തിയുടെ ഓർമ്മ വരുമ്പോൾ മാത്രം എൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അല്ല ഇമ്പ, നിനക്ക് ഈ കേസിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ഇതൊരു സൂയിസൈഡായി തോന്നുന്നുണ്ടോ? അപ്പൊ ഇമ്പ, സാറേ ആ ഒരു പൂമ്പാറ്റെ കണ്ടില്ലേ, അതെനിക്ക് ഒരു ദിവസം പോലും ലൈഫില്ല. എന്നാലും അതൊന്നും ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. എന്നിട്ടും മനുഷ്യര്. എന്നാലും ഈ ഒരു മർഡർ അതൊരു സൂയിസൈഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സുമയുടെ മർഡർ നടന്നത് ഡിസംബർ 22-നല്ലേ. എന്നാൽ ഡിസംബർ 13-ാം തീയതി ഒരു 7 ദിവസം മുമ്പ് എന്താണ് സംഭവിച്ചെന്നുള്ള ചില ഫ്ലാഷ് ബാക്കുകളാണ്. അതായത് ആ ഒരു നാട്ടിലെ MLA, ഇങ്ങനെയുടെ പേര് സുന്ദർ എന്നാണ്. സുന്ദറിന്റെ മകനെ കാണാതായിട്ട് കുറച്ച് നാളായി. മകന്റെ പേര് ഗൗതം എന്നാണ്. അവനാണെങ്കിൽ +2 പഠിക്കുകയായിരുന്നു. MLAയുടെ എല്ലാ പവർ ഉപയോഗിച്ചിട്ടും തന്റെ മകനെ തേടി നോക്കിയിട്ടും അവരെന്താ പറ്റിയേ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോലീസ് ടീം വന്നിട്ട് എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് MLA തന്റെ അളിയനായിട്ടുള്ള പൂവിന് ഫോൺ ചെയ്യുന്നത്. എന്നാൽ അവനാണെങ്കിൽ ഫോൺ പിക്ക് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ സംശയത്തില് അവനെ തേടി ഇറങ്ങാണ്. അതേസമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഇമ്പ തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെയോ ഓർമ്മകള് ഇമ്പയെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ വണ്ടിയുടെ മുമ്പിലേക്ക് ഒരാൾ ഓടി വരുന്നത്. സാറേ എന്നൊരു 3-4 പേര് കൊല്ലാൻ ശ്രമിക്കുക. അപ്പൊ ഹീറോ അയാളോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ? സാറേ എന്നെയും ഫ്രണ്ട്സിനെയും ഏതോ 3 ആളുകൾ വന്നിട്ട് കൊല്ലാൻ നോക്കിയിരുന്നു. അങ്ങനെ ആ ഒരു സീനിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ 2 ആളുകള് മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അതാരാന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരാള് നമ്മുടെ MLA സുന്ദറാണ്. അങ്ങനെ ആ ഒരു ഏരിയയുടെ ചുറ്റുഭാഗത്തൊക്കെ തന്റെ അസിസ്റ്റന്റിനോട് ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞിട്ട് ഹീറോയുടെ ഹെൽപ്പ് ചോദിച്ചില്ലേ, അങ്ങനെ തനിച്ച് ചോദ്യം ചെയ്യാനായിട്ട് ഹീറോ തന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോഴാണ് അയാള് തന്നെ പരിചയപ്പെടുന്നത്. അയാളുടെ പേര് ദാസ് എന്നാണ്. ദാസ് ആരെന്ന് വെച്ചാല് ഒരു വക്കീലാണ്. അപ്പൊ ഇപ്പൊ
അപ്പോൾ നിങ്ങൾ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ഓപ്പണായിട്ട് പറയല്ലേ? അപ്പോൾ ദാസ് പറയുന്നുണ്ട്, സാറേ എൻ്റെ അസിസ്റ്റന്റ് വക്കീലാണ് ജഗൻ. അവൻ എനിക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്തു. എന്നാൽ ഞാൻ ആ സ്ഥലത്തേക്ക് പോയത് MLA കാണാനായിരുന്നു. അവിടെ അവൻ ഉണ്ടാവും ഞാൻ പ്രതീക്ഷയില്ല. അല്ല ജഗ, നിന്നോട് MLA വരാൻ പറഞ്ഞതാ? അതെ സാറേ, എന്നോട് അങ്ങേരെ വരാൻ പറഞ്ഞേ. അല്ല സാറിനോട് ഈ കാര്യം പറഞ്ഞിട്ടായില്ല? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതേ സമയത്താണ് ജഗൻ അവന്റെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ MLA അയച്ചു കൊടുക്കുന്നത്. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഓൾറെഡി പൂവിനെ തേടിയിട്ട് MLA പോയതായിരുന്നില്ലേ? പെട്ടെന്ന് തന്നെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മുടെ ജഗന്റെയും ദാസിന്റെ അരികിലേക്ക് അവരെ മീറ്റ് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പൊ അല്ല അങ്ങേരായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? അപ്പൊ ദാസ് പറയുന്നുണ്ട്, സാറേ അയാളുടെ മകനെ 2-3 ദിവസമായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചതാ. അങ്ങനെ MLA വരുന്നേ കാത്തിരുന്നപ്പോ അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങോട്ട് വന്നത്. അല്ല എന്താ പറ്റുന്ന ചോദിച്ചപ്പോ MLA പറഞ്ഞത്, എന്റെ മകനെ കാണാതായിട്ട് 2-3 ദിവസമായില്ലേ, അവനെ തേടി ഞാൻ ഇറങ്ങിയപ്പോ ആരൊക്കെയോ എന്നെ കൊല്ലാൻ ശ്രമിക്കായിരുന്നു. എന്നാൽ തല നാരിഴക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ എന്റെ ഗണ്ണെടുത്തതാ. എന്നാൽ അവരെന്റെ കണ്ണില് വെള്ളം ഒഴിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അങ്ങനെയാണ് MLA നമ്മളെ കാണാൻ വരുന്നത്. അപ്പൊ എന്നിട്ട് എന്താ സംഭവിച്ചേ? അപ്പൊ MLA ഇനി എന്ത് സംഭവിച്ചാലും എന്റെ മകനെ വേഗത്തിൽ കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞപ്പോ എന്റെ അസിസ്റ്റന്റ് ജഗൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ആരുടെങ്കിലും വല്ല സംശയമുണ്ടോ? ഏതെങ്കിലും ബിസിനസ്സുകാരോ അങ്ങനെ ആരെങ്കിലും? അപ്പൊ MLA അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരാദ്യം എന്റെ ബിസിനസ്സിലല്ലേ കൈവയ്ക്കുക. എന്നാൽ എന്റെ മകന്റെ തിരോധാനത്തില് ഏതോ പേഴ്സണൽ വിഷയമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ അത് പറഞ്ഞു തീർന്നില്ല. ഉടനെ ജഗനില്ലേ, അവൻ ഗണ്ണെടുത്തിട്ട് MLA സുന്ദറിനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിരുന്നു. അല്ല ഇവനിപ്പോ എന്തിനാ അങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് അറിയാതെ തരിച്ചു നിന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് ഏതോ 3 ആളുകൾ വന്നത്. ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ദാസിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അതായത് ഇങ്ങനെ ആസ്മയുടെ പ്രശ്നം തോന്നുന്നുണ്ട്. ദാസ് പറയുന്നുണ്ട്, സാറേ വന്ന 3 പേരില്ലേ അവര് ജഗനെ കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനിടയിൽ എങ്ങനെയോ ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. അപ്പോഴാണ് നമ്മുടെ ഹെഡ് വന്നിട്ട് പറയുന്നത്, MLAയുടെ അളിയനില്ലേ ആ ഒരു അവനെ തേടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, സാറേ കഴിഞ്ഞ 6 ദിവസമായിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്താണോ 6 ദിവസമായിട്ട് സാറേ ഒരു പാനിപ്പൂരി കഴിച്ചതാ. അതായത് അന്ന് രാത്രി നമ്മുടെ MLA ബുവിനെ വിളിച്ചിരുന്നില്ലേ, എന്നാൽ അന്ന് പകല് ഒരു പാനിപ്പൂരി കഴിച്ചിട്ട് പണി പാളിയിട്ട് ബുവ് കഴിഞ്ഞ 6 ദിവസമായിട്ട് ബാത്റൂമിൽ തന്നെ കയറി ഇറങ്ങിയിരുന്നു. ആ ഒരു ഹിന്ദിക്കാരൻ അപ്പോഴേ പറഞ്ഞതാ സ്പെഷ്യലാന്ന്. ഇത്രയും സ്പെഷ്യലാന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ നമ്മുടെ ഹെഡ് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പൊ നീ MLA കാണാൻ പോയില്ലേ? ഇല്ല സാറേ, അങ്ങേരാണെങ്കിൽ തുടർച്ചയായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാ പോവാ? അപ്പോഴാണ് ഹെഡ് ആ കാര്യം പറഞ്ഞത്. അതായത് നിന്റെ മാമൻ MLA ഇല്ലേ, അങ്ങനെ ആരോ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അപ്പോഴാണ് അവൻ പറയുന്നത്, സാറേ കുറച്ച് ദിവസം മുമ്പാണ് MLA സുന്ദർ അങ്ങനെ എന്നോട് പറഞ്ഞത് ജഗന്റെ വീട്ടിലേക്ക് പോകാൻ. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ജഗൻ ഉണ്ടായിരുന്നില്ല, ജഗന്റെ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന്റെ അച്ഛനും സുന്ദറും തമ്മിൽ എന്തോ കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള എന്തോ മാറ്റർ എന്ന് മനസ്സിലായി. പക്ഷെ എന്താന്ന് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ ഹെഡ് അത് മാത്രമല്ല ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. അത് മാത്രമല്ല നീ അറിഞ്ഞോന്നറിയില്ല, കുറച്ച് നാളായിട്ട് MLA അങ്ങേരുടെ മകനെ കാണാനില്ല. സിറ്റുവേഷൻ വെച്ചിട്ട് നിന്റെ ജീവൻ ആപത്തുണ്ട്, അതുകൊണ്ട് നീ സേഫ് ആയിരിക്കും പറഞ്ഞിട്ടാണ് ഹെഡ് അവിടുന്ന് തിരിച്ചു പോകുന്നത്. അതായത് ഹെഡിന് നമ്മുടെ ബുവിന്റെ മേലെ സംശയം ഉണ്ടായതുകൊണ്ടാണ് അവനെ പോയി ചോദ്യം ചെയ്തത്. എന്നാൽ അവനുമില്ലല്ലോ. പിന്നെ സുന്ദറിനെ കൊലപ്പെടുത്തിയ ജഗനാണെങ്കിൽ അവനെയും വേറെ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് പറയുന്നുണ്ട്, ഓൾറെഡി കുറേ കേസ് കൊണ്ട് തല പോഞ്ഞിരിക്കുക, വേഗം തന്നെ ഈ ഒരു കേസ് നീ ക്ലോസ് ചെയ്യാൻ നോക്ക്. അങ്ങനെ ഹെഡ് അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഇമ്പിയുടെ അടുത്തേക്ക് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, സാറേ ഈ ഒരു കേസിൽ 3 ആളുകൾ സ്റ്റേഷനിൽ വന്നിട്ട് സറണ്ടർ ആയിട്ടുണ്ട്. ആഹാ, അങ്ങനെയാണ് കേസ് ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ദാസിന്റെ ആധാർ ID ഇമ്പ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതുപോലെ തന്നെ MLA സുന്ദറിന്റെ മകൻ ഗൗതമിനെയും അതുപോലെ അവന്റെ ഫ്രണ്ടിനെയും കാണാതായിട്ടുണ്ട്. അവരുടെ 2 പേരുടെയും ഐഡന്റിറ്റി കളക്ട് ചെയ്യാനും അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ദാസ് തിരിച്ചു പോകുമ്പോൾ 3 റൗഡികള് അങ്ങനെ ചുറ്റുവളയാണ്. അപ്പോൾ അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇൻഹേലറിലെ അത് താഴെ വീണു വന്നിട്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തുകയാണ്. ആ ഒരു ഇൻഹേലറും എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ ദാസ് നേരെ വരുന്നത് നമ്മുടെ ഇമ്പയെ കാണാനാണ്. അല്ല സാറ് നിങ്ങൾ വീട്ടിലേക്ക് പോയതല്ലേ? അല്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോ ഏതോ 3 ആൾക്കാർ എന്നെ കൊല്ലാൻ വന്നു സാറേ. അല്ല ജഗനെ കൊലപ്പെടുത്തവരാണോ? അവരല്ല, ഇത് വേറെ ആരുമാണ്. അപ്പോഴാണ് ആ ഒരു അസിസ്റ്റന്റ് ഇല്ലേ അങ്ങനെ ആ ഒരു ഇൻഹേലർ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പൊ ദാസ് അതിനിത് എന്റേതല്ല, എന്റെ ഓൾറെഡി എന്റെ കയ്യിലുണ്ട്. ഈ ദാസിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഹേലർ എവിഡൻസ് ആയിട്ട് ഹീറോ എടുത്തു വെക്കുകയാണ്. എന്നിട്ട് ദാസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട സാറേ കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം. അങ്ങനെ അയാൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഏതോ ഒരു പയ്യൻ മുഖം മറിച്ചിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ബൈക്ക് എടുത്ത് പോകുന്നുണ്ട്. അതായത് ഈ ഒരു പയ്യൻ ആരാന്ന് വെച്ചാൽ നമ്മുടെ MLAയുടെ കാണാതായ മകനില്ലേ +2 പഠിക്കുന്ന ഗൗതം, അവൻ തന്നെയാണ്. അപ്പോൾ അവനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഹീറോ ഇമ്പ വരുന്നുണ്ട്. അങ്ങനെ അവനെ ബ്ലോക്ക് ചെയ്തിട്ട് അവനെ പിടിക്കാൻ നോക്കുമ്പോൾ അവനൊരു ഫോറസ്റ്റിലേക്ക് ഓടിപ്പോവാണ്. അവന്റെ പിന്നാലെ അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഹീറോയ്ക്ക് പറ്റിയില്ല, അവൻ രക്ഷപ്പെട്ടു പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു പെറ്റ് ഡോഗ് ഉണ്ട്, അതിനോട് ചേസ് ചെയ്യാൻ പറയുമ്പോൾ ഗൗതമിന്റെ പിന്നാലെ ആ ഒരു ഡോഗ് പോകുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള SI ഫഹദ് ഇല്ലേ ആ ഒരു ഏരിയയിലേക്ക് വരുന്നത്. എന്നാൽ ഹീറോ എന്തിനാ ഇപ്പോൾ അവനെ പിടിക്കാൻ നോക്കുന്നേ? ഒന്നും ഫഹദിന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഫഹദ് എന്തോ പറയാൻ നോക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇമ്പയാണെങ്കിൽ അത് കേൾക്കാൻ
നിൽക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഫഹദ് ഗൗതമിനെ പിടിക്കാനേ പിന്നാലെ പായുമ്പോൾ ഗൗതമാണെങ്കിൽ ഒരു പുഴയിലേക്ക് കല്ലെടുത്തിട്ടിട്ട് വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ട പോലെ അവിടെ സൈഡിലായിട്ട് അവൻ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹീറോയും ഫഹദും പോയി കഴിഞ്ഞപ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്ന് സമാധാനിച്ച് നിൽക്കുമ്പോഴാണ് ഏതൊരാള് അവന്റെ നേരേക്ക് ഗണ്ണ് ചൂണ്ടുന്നത്. അതായത് അതിനുശേഷം അവനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണ്. അതേസമയത്ത് ഓൾറെഡി നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഇമ്പയല്ലേ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദാസിന്റെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നിയിട്ട് നമ്മുടെ ഫഹദില്ലേ ഓൾറെഡി ഹെഡിനോട് സമ്മതം ചോദിച്ചിട്ട് ദാസിനെ ചോദ്യം ചെയ്യാനേ അങ്ങേരുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ദാസിന്റെ ഫിംഗർ പ്രിന്റും അതുപോലെ ബ്ലഡ് സാമ്പിളൊക്കെ കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഹെഡ് നമ്മുടെ ഹീറോയെ വിളിപ്പിക്കുന്നത്. പിന്നെ ദാസിനെ ചോദ്യം ചെയ്യാനായിട്ട് ഫഹദ് പോരുണ്ട്. അപ്പൊ അല്ല സാർ, ഈ കേസ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ലേ, പിന്നെ അവനെ എന്തിനാ ഇതിന്റെ ഇടയിലേക്ക് വലിച്ചിടുന്നത്? അതായത് നമ്മുടെ ഇമ്പയുടെയും ഫഹദിന്റെ ഇടയിൽ എന്തോ ചെറിയ പ്രശ്നങ്ങളില്ലേ. അപ്പൊ ഹെഡ് പറയുന്നുണ്ട്, ഈ ഒരു കേസിൽ ഹെൽപ്പ് ആവുന്ന MLA മകനെ നിന്റെ കയ്യിൽ കിട്ടിയതല്ലേ, എന്നിട്ട് നീ അവനെ വിട്ടുകളഞ്ഞിട്ട്? അപ്പൊ അല്ല സാറേ, ദാസിനെ അങ്ങേരെ ഞാൻ ചോദ്യം ചെയ്തതാ, എനിക്ക് എവിടെയും അങ്ങേരുടെ മേലെ ഒരു സംശയം പോലും വന്നിട്ടില്ല. അപ്പൊ ഹെഡ്, അതിനിപ്പോ എന്താ കുഴപ്പം? ഫഹദ് അവനൊന്ന് അന്വേഷിച്ചോക്കട്ടെ, അതുകൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ദാസിനെ നമ്മുടെ ഫഹദ് ചോദ്യം ചെയ്യല്ലേ. അപ്പോൾ കുറച്ചു നേരത്തെ ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന പോലെ നമ്മൾ കണ്ടിരുന്നില്ലേ. എന്നാൽ അതൊരു ഇഞ്ചക്ഷൻ ആയിരുന്നു. ഈ ഒരു ഇഞ്ചക്ഷൻ എന്താന്ന് വെച്ചാൽ ഒരാളുടെ കോൺഷ്യസ് പതിയെ നഷ്ടപ്പെടും, പിന്നീട് അയാൾ അറിയാതെ അയാൾ പറയുന്നതൊക്കെ സത്യം മാത്രമായിരിക്കും. അതായത് അയാളുടെ മൈൻഡിന്റെ കൺട്രോള് പതിയെ നഷ്ടപ്പെടും. അങ്ങനെ ദാസിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടില്ലേ, അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. സാറേ, സുന്ദരനെ വിളിപ്പിച്ചിട്ട് അങ്ങനെ മീറ്റ് ചെയ്യാനാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നാൽ ഓൾറെഡി എന്റെ അസിസ്റ്റന്റ് ജഗൻ അവിടെ ഉണ്ടായിരുന്നു. അവനൊരിക്കലും ഞാൻ അവിടെ പ്രതീക്ഷയില്ല. പെട്ടെന്ന് ഞാൻ ഷോക്കായി പോയി. അപ്പോഴാണ് സുന്ദർ പറഞ്ഞിട്ടാണ് അവൻ വന്നെന്ന് അറിയുന്നത്. പെട്ടെന്നാണ് അവൻ ബോട്ടിലിൽ ഫോട്ടോ എടുത്തിട്ട് MLA സുന്ദറിന് അയച്ചു കൊടുത്തത്. അപ്പോൾ ടെൻഷനായിട്ട് സുന്ദർ അങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ എന്റെ ഗണ്ണെടുത്തപ്പോ അപ്പൊ ഫഹദ് ഗണ്ണെടുത്തിട്ട്, അതായത് ഫഹദിന്റെ സംശയം ഈ ദാസ് തന്നെയാണ് ആ കൊലയ്ക്ക് പിന്നിലെന്നാണ്. നിങ്ങൾ ഷൂട്ട് ചെയ്തും ചോദിക്കുമ്പോഴാണ് അയാൾ പറയുന്നത്, സാറേ അപ്പോഴാണ് പെട്ടെന്ന് ജഗനില്ലേ അവൻ സുന്ദറിന് ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഓൾറെഡി നമ്മുടെ ഇമ്പ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലേ പോലീസ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഫഹദിന്റെ സംശയം ദാസ് ആയിരുന്നോ സുന്ദറിനെ കൊലപ്പെടുത്തിയെന്നാണ്. എന്നാൽ ഇപ്പോൾ അത് അങ്ങനെയെല്ലാം തെളിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഹെഡിനെ വിളിച്ചിട്ട് ഓൾറെഡി ഇമ്പ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് സത്യമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫഹദൻ ടീമും ഇനിയിപ്പോൾ ഈ ഒരു കേസിൽ തലയിടാതെ മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് പ്രത്യേകിച്ച് ആരുടെ മേലെയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സംശയമോ എവിഡൻസോ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. എന്നാൽ അപ്പോഴാണ് ഹീറോ പതിയെ ദാസിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത്. അപ്പോൾ ദാസ് പറഞ്ഞ പല കാര്യങ്ങളും എവിടേക്കോ ഒരു മിസ്മാച്ച് പോലെ നമ്മുടെ ഇമ്പയ്ക്ക് തോന്നുകയാണ്. അതേസമയത്ത് സംശയിച്ച പോലെ തന്നെ കാളിദാസിലെ അങ്ങേർക്ക് ഈ കേസുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ദാസും അതുപോലെ MLAയും ജഗനും തമ്മിൽ വേറെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. അതേസമയത്ത് നമ്മുടെ ദാസില്ലേ അങ്ങേര് തന്നെയാണ് MLA സുന്ദറിനെ കൊല്ലാനായിട്ട് പ്ലാൻ സെറ്റ് ചെയ്തിട്ട് ചില റൗഡികളെ ഏൽപ്പിക്കുന്നതും അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗണ്ണ് വാങ്ങുന്നതും. അപ്പോൾ ആ ഒരു ഗുണ്ടകളെ ചോദിക്കുന്നുണ്ട്, അല്ല MLAയുടെ കൂടെ ഏതൊരു ബുവാന്ന് പറയുന്ന ഒരുത്തനില്ലേ, അവൻ എപ്പോഴും ഉണ്ടാവില്ലേ, അപ്പൊ അവനെന്താ ചെയ്യണ്ടേ? അപ്പൊ ദാസ്, അവന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, അത് ഞാൻ ഏറ്റു. കഴിഞ്ഞ 7 മാസമായിട്ട് ഞാനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ അവസരം വിട്ട് കളയാനേ പറ്റില്ല. അങ്ങനെ ബോയെ സ്റ്റോപ്പ് ചെയ്യാനും അവനെ ബാത്റൂമിൽ തന്നെ ഇരുത്താനായിട്ട് ആ പാനിപ്പൂരിക്കാരനെ സെറ്റ് ചെയ്തത് നമ്മുടെ ദാസ് ആണ്. നമുക്കിപ്പോഴൊരു സംശയമില്ലേ, അല്ല ദാസ് എന്തിനാ ഇവരെയൊക്കെ കൊല്ലാന്, അതുപോലെ MLAയോട് ഇത്രക്ക് പ്രതികാരം തോന്നാൻ കാരണം? അപ്പോഴാണ് നമ്മൾ കാണുന്നത് ദാസിന്റെ വീട്ടില് ഒരു പെൺകുട്ടി കോമയിൽ കിടക്കുന്നുണ്ട്. അവൾക്ക് ആ ഒരു MLAയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നെ ഈ അവസ്ഥയിലാക്കിയവരെ ഞാൻ വെറുതെ വിടുവോ, അവരെ എല്ലാത്തിനെയും ഞാൻ തീർത്തു കളഞ്ഞു. നമ്മുടെ ദാസിന്റെ മകളുടെ പേരാണ് നിത്യ. അങ്ങനെ അടുത്ത സീനിൽ നിത്യ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, എന്റെ മകളുടെ കണ്ടീഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നല്ലേ, കോമയിൽ തന്നെയാണ്. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ അവളുടെ കയ്യ് അതുപോലെ കാലുകൾ ചെറുതായിട്ട് ഷിവർ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ദാസ്, എന്റെ മകളെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടോട്ടെ, കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ടാബ്ലറ്റ്സ് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ദാസ് ശരിക്കും എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. MLA സുന്ദർ മരണപ്പെട്ട ആ ഒരു സമയത്തെ ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. ഓൾറെഡി MLA കാണാനായിട്ട് അവിടെ ജഗൻ കാത്തുക്കുന്നില്ലായിരുന്നില്ലേ. അപ്പോൾ അത് ഇൻഫോം ചെയ്യാനായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് MLAക്ക് അയച്ചു കൊടുത്ത അതേ സമയത്ത് തന്നെ നമ്മുടെ ദാസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗുണ്ടകളിലെ MLAയുടെ കാറിന്റെ എക്സോസിൽ ഒരു തുണി തിരികെ വെച്ചിട്ട് അയാളെ കൊന്നുകളയാനായിട്ട് ട്രൈ ചെയ്തതാണ്. എന്നാൽ MLA ഗണ്ണ് പുറത്തെടുത്തപ്പോൾ അവർ പേടിച്ചു കുറച്ചുപോയി, അവരോട് തള്ളിയതാണ്. അവിടുന്ന് MLA രക്ഷപ്പെട്ടിട്ട് നേരെ വന്നത് നമ്മുടെ ദാസിനെ കാണാനല്ലേ. അങ്ങനെ 2 ദിവസമായിട്ട് തന്റെ മകനെ കാണുന്നില്ല എന്നുള്ള കാര്യവും അതുപോലെ MLA ആരൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്ന കാര്യമൊക്കെ അങ്ങനെ പോലമിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദാസ് മെല്ലെ എഴുന്നേറ്റിട്ട് MLA തീർക്കാനായിട്ട് മൈൻഡിൽ പ്ലാൻ ചെയ്യുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ ജഗനിലെ ഗണ്ണ് കയ്യിലെടുക്കാണ്. അവനാണെങ്കിൽ പേടിച്ച് പറയുന്നുണ്ട്, എല്ലാം നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, ഒരു ചെറിയ ഉറുമ്പിനെ പോലും നോവിക്കാനേ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ മനസാക്ഷി അതെന്നോട് ചോദിക്കും. അതും പറഞ്ഞിട്ട് MLAക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ബുള്ളറ്റ് റിലീസ് ആവുന്നില്ല.
കാണുന്നില്ല. എന്നാൽ ജഗൻ കണ്ണടച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ MLA അവന്റെ നേരേക്ക് വരാൻ നോക്കുകയാണ്. അതേ ടൈമിൽ ബുള്ളറ്റ് റിലീസ് ആവാണ്. MLA പടായിട്ടുണ്ട്. അല്ല ജഗനിപ്പോ എന്തിന് MLA കൊലപ്പെടുത്തിയ അയാളോട് ഇത്രക്ക് പക തോന്നാന് എന്താ കാരണം മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അതായത് ഒരിക്കൽ MLA ജയനെ കാണാൻ പോയപ്പോ അവന്റെ അച്ഛനല്ലേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ജയന്റെ അച്ഛനോട് എന്തൊക്കെയോ കാര്യങ്ങൾ രഹസ്യമായിട്ട് പറയുന്നുണ്ടല്ലേ. അവർ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ജഗൻ അങ്ങോട്ട് വന്നത്. അപ്പോൾ ജഗൻ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ എന്താ അവർ പറഞ്ഞേ? ഇതുവരെയായിട്ടും നമ്മളോട് ആരും ചോദിക്കാത്തൊരു സഹായ. നിന്റെ സീനിയർ കാളിദാസില്ലേ, അങ്ങേരുടെ മകൾ എന്തോ കോമയിലാന്ന് പറഞ്ഞു. ആ ഒരു കേസ് നിന്നോട് സംസാരിച്ചൊന്ന് ഒത്തുതീർപ്പാക്കാനാ അങ്ങേര് പറഞ്ഞിട്ട് പോയെ. അപ്പോൾ ജഗൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാച്ചാ? അവളെന്റെ ഫ്രണ്ട് ആയിരുന്നു. അവളെ എന്റെ കൺമുമ്പിൽ വെച്ചിട്ട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നാൽ അച്ഛനാണെങ്കിൽ നിനക്ക് MLA കുറിച്ച് അറിയില്ലേ, നമ്മളിത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും പ്രശ്നം. അപ്പൊ ജഗൻ ചെയ്തേക്കാച്ചാ, അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കാം. എന്നാൽ അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നേ. ഒരിക്കൽ നിത്യെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ജഗന്റെ കാല് MLAയുടെ ആൾക്കാരാണ് അടിച്ചൊടിച്ചത്. അപ്പൊ തന്നെ ജഗൻ മനസ്സിൽ എന്തോ ഉറപ്പിച്ചിട്ട് MLA കാണാൻ പോണ്. അല്ല സാറിനോട് എന്താ ചെയ്യണ്ടേ, സാറ് പറയുന്ന പോലെ ചെയ്തേക്കാം. അപ്പൊ MLA, ജഗ നീയും നിന്റെ അച്ഛനെ പോലെ ബുദ്ധിശാലിയാ, നിനക്ക് എന്താ വേണ്ടേ അത് ഞാൻ ചെയ്തേക്കാം. ഓൾറെഡി നമ്മുടെ MLA ജഗനോട് സംസാരിച്ചു കഴിഞ്ഞില്ലേ. അപ്പോൾ ജഗന്റെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ വക്കീല് ദാസിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങേരുടെ വീട്ടിലേക്ക് MLA പോയപ്പോഴാണ് അവിടെ കോമയിലേക്ക് കിടക്കുന്ന ദാസിന്റെ മകളെ അങ്ങേര് കാണുന്നത്. അപ്പോൾ MLA ഷോക്കായിട്ട്, അല്ല ഇത് നിങ്ങളുടെ മകളാണോ? അപ്പൊ ദാസ്, ആ സാറേ എന്റെ മോളാ, ഒരു വർഷമായിട്ട് അവളീ കിടന്ന് കിടപ്പില്ല. ഇനിയിപ്പോ തിരിച്ച് പഴയ അവസ്ഥയിലാവോ എന്ന് പോലും അറിയില്ല. അവളുടെ അവസ്ഥയ്ക്ക് കാരണം ആരാന്ന് പോലും കറക്റ്റ് അറിയില്ല. അപ്പൊ MLA, എനിക്ക് കുറച്ച് അർജന്റ് ആയിട്ടൊരു ജോലിയുണ്ട്, ഞാൻ നിങ്ങളെ വിളിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അയാളോട് വേഗത്തിൽ ഇറങ്ങിപ്പോവാണ്. എന്നാൽ ദാസിന് MLA എന്തിനാ അങ്ങനെ പെരുമാറുന്നു മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ദാസിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. MLA സുന്ദർ അങ്ങേര് കുറച്ചേരത്തെ സംസാരിച്ചില്ലേ, ആ സമയത്ത് തന്റെ മകളുടെ ബിഹേവിയറിൽ ചില മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അല്ല അതിന്റെ കാരണം എന്താ? നീയിപ്പോ MLAക്ക് എന്റെ മകളുടെ അവസ്ഥയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ കാര്യം ഓർക്കുന്നത്. അതായത് പഴയ എന്തെങ്കിലും കാര്യം തന്റെ മകൾക്ക് ഓർമ്മ വരികയാണെങ്കിൽ അവളുടെ ശരീരം വല്ലാതെ വിയർക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അവളുടെ കൈകാലുകൾ വിറയ്ക്കും. ഒന്നുകൂടി ആ കാര്യം ഉറപ്പിക്കാനായിട്ട് നമ്മുടെ MLA ഫോൺ ചെയ്തിട്ട് ആ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് തളർന്നു കിടക്കുന്ന തന്റെ മകളെ കേൾപ്പിക്കുകയാണ്. അപ്പോൾ അവളുടെ ബിഹേവിയറിൽ ആ ഒരു ഭയം കാണുന്നുണ്ട്. അപ്പോൾ ദാസിന് ഉറപ്പായിട്ടുണ്ട് MLAക്ക് തന്റെ മകളുടെ അവസ്ഥയായിട്ട് ശരിക്ക് ബന്ധമുണ്ട്. അതായത് MLA ആദ്യം കാണാൻ പോയത് സീനിയർ വക്കീലായിട്ടുള്ള ദാസിനെയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ദാസിന്റെ മകളെ നിത്യ കണ്ടിട്ടാണ് നേരെ ജഗനെ കാണാന് അവന്റെ വീട്ടിലേക്ക് വന്നതും. എന്നാൽ അവിടെ ആ സമയത്ത് ജഗൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവന്റെ അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. എന്നാൽ ജഗൻ തന്റെ അച്ഛനോട് എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ടും അവന്റെ മനസ്സ് സമ്മതിക്കണ്ടേ. അവന്റെ കൂട്ടുകാരിയുടെ അവസ്ഥക്ക് കാരണമായിട്ടുള്ള MLA വെറുതെ വിടുവോ? അതുകൊണ്ടാണ് ദാസിനോട് പോലും ഒന്നും പറയാതെ MLAയുടെ നെഞ്ചില് ജഗൻ ഷൂട്ട് ചെയ്തത്. എന്നാൽ ജഗന്റെ കയ്യിലെ ആ ഒരു ഗണ്ണ് കണ്ടപ്പോ ഇനിയിപ്പോ ദാസിനെയും അവൻ കൊലപ്പെടുത്തുന്ന ഭയന്നിട്ടാണ് ദാസിന്റെ അടിയാൾക്കാരെ ജഗനെയും കൊലപ്പെടുത്തുന്നത്. അതായത് ദാസിന് അറിയില്ലല്ലോ താൻ എന്തിനാണ് ഇവിടെ വന്നത്. അതേ കാര്യത്തിന് തന്നെയായിരുന്നു ജഗനും വന്നേന്ന്. ഇപ്പോ നിലവില് നമ്മുടെ MLAയും ജഗനെ കൊലപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഈസി ആയിട്ട് എങ്ങനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുക, അതിനു വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ മൈൻഡ് പ്ലാൻ ഉണ്ടാക്കിയതാണ് നമ്മുടെ ദാസ്. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അതായത് ഓൾറെഡി നമ്മുടെ MLA ആണ് തന്റെ മകളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് ദാസിന് മനസ്സിലായിട്ടുണ്ട് എന്നല്ലേ നമുക്ക് തോന്നിയത്. എന്നാൽ അപ്പോഴാണ് നമ്മൾ കാണുന്നത് ദാസിന്റെ വീട്ടിലായിട്ട് 2 പയ്യന്മാരെ അങ്ങേരെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കൈയും കാലൊക്കെ കെട്ടിയിട്ട് അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ്. ഈ പശുക്കളൊക്കെ കഴിക്കില്ലേ, അതുപോലെ അവരെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഒരു വർഷത്തിന് മുൻപ് തന്റെ മകൾ നിത്യക്ക് എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ള ആ ഒരു യഥാർത്ഥ ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. നമ്മുടെ നിത്യ വർക്ക് ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്. സ്കൂളിലേക്ക് പോകാൻ ടൈമായിട്ടും അച്ഛൻ റെഡി ആയിട്ടില്ല. എന്നാൽ അന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അല്ല അച്ഛൻ വരുന്നില്ല, എന്താ റെഡിയാവാത്തെന്ന് ചോദിക്കുമ്പോൾ ഇനി അതിന്റെ ആവശ്യമില്ല. അങ്ങനെ തന്റെ മകൾക്ക് ഒരു സ്കൂട്ടർ നമ്മുടെ ദാസ് പ്രസന്റ് ചെയ്യാണ്. അങ്ങനെ നിത്യ ആ ഒരു പുതിയ സ്കൂട്ടർ എടുത്തിട്ട് നേരെ പോകുന്നത് ഒരു ഓർഫനേജിലേക്കാണ്. കാരണം അവൾക്ക് കിട്ടുന്ന സാലറിയുടെ 3/4 ഭാഗവും ആ ഒരു ഓർഫനേജിലാണ് അവൾ സ്പെൻഡ് ചെയ്യാറ്. എന്നാൽ അവിടുത്തെ സിസ്റ്റർ പറയുന്നുണ്ട്, അല്ല നിന്റെ സാലറി ഏകദേശം ഇവിടെ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ആവശ്യം വരില്ലേ, അതൊക്കെ നോക്കാന്ന്. എനിക്ക് ചെറുപ്പത്തിലെ എന്റെ അമ്മയെ നഷ്ടപ്പെട്ടതല്ലേ, അന്നൊക്കെ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ഇവിടെ മറ്റൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു സങ്കടമൊക്കെ ഞാൻ മറന്നത്. അപ്പോ ഇവിടുത്തെ കുട്ടികൾക്ക് ഇപ്പോ സിസ്റ്ററും ഇല്ലേ അവരുടെ അമ്മയായിട്ട്. അങ്ങനെ അവിടുത്തെ എല്ലാ കുട്ടികൾക്കും ഭയം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നേരെ പോകുന്നത് അവൾ പഠിപ്പിക്കുന്ന ആ ഒരു സ്കൂളിലേക്കാണ്. അപ്പോഴാണ് ഒരു 4 പയ്യന്മാര് ലേറ്റ് ആയിട്ട് വന്നിട്ട് പണിഷ്മെന്റും കിട്ടിയിട്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. ഈ പയ്യന്മാരുടെ ലീഡറാണ് MLAയുടെ മകനായിട്ടുള്ള ഗൗതം. ഗൗതമിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരെന്ന് വെച്ചാല് ഹാക്കിങ്ങിലൊക്കെ ഒരു പുലിയാണെന്ന് പറയാം. അങ്ങനെ ഗൗതമിനും ഹാക്കിങ് പഠിപ്പിച്ചു കൊടുക്കാണ്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സിലെ പെൺകുട്ടികള് ഫോണിൽ രഹസ്യമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമോ, അതുപോലെ അവരോട് സംസാരിക്കാൻ പറ്റുമോ, നമ്മൾ ആരാന്ന് മനസ്സിലാവാതെ നീ ധൈര്യമായിട്ട് സംസാരിക്കേ. അങ്ങനെ ഗൗതം അവരെ ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഞാനുണ്ട്, എന്നെ കണ്ടുപിടിക്കാൻ നോക്ക്. എന്നിട്ട് തന്റെ ഫ്രണ്ടിനോട് ഗൗതം പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഈ പൈസ അറേഞ്ച് ചെയ്ത് എനിക്ക് തരാൻ പറ. ഇതിന്റെ പിന്നിൽ ഒരു പ്രശ്നം വരില്ല, ഇനി എന്ത് വന്നാലും എന്റെ അച്ഛൻ MLA അങ്ങേര് നോക്കിക്കോളൂ. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ് തുടങ്ങിയപ്പോ അവരുടെ ഒരു
ഒരു ടീച്ചറിന്റെ ഫോണിലെ ഗൗതം മെല്ലെ ബാഗിൽ നിന്ന് ചൂണ്ടാണ്. എന്നിട്ട് ഡാർക്ക് ക്ലബ് എന്നുള്ള ഏതോ ഒരു ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോണ് കൺട്രോൾ എടുക്കാനോ തോന്നുന്നുണ്ട്. എന്നാൽ ഇവരുടെ പ്ലാന് എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അടുത്ത ദിവസം നമ്മുടെ MLA അങ്ങേര് വീട്ടിന്റെ ഡ്രോയിലായിട്ട് ഒരു ബാഗ് കാണുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ കെട്ടുകണക്കിന് പൈസയാണ്. എന്നാൽ അത് ഗൗതമിന്റെ റൂമിൽ നിന്നാ കിട്ടിയേ. അപ്പൊ അവനോട് ചോദിക്കുന്നുണ്ട്, ഇത് എവിടുന്നാടാ ഇത്രയും പൈസ? എന്റെ പൈസ തന്നെയാച്ചാ, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ. അപ്പൊ കാലിപ്പായിട്ട് MLA ചോദിക്കുന്നുണ്ട്, 12ാം ക്ലാസ് പഠിക്കുന്ന നിന്റെ കയ്യിൽ ഇത്രയും പൈസ എവിടുന്ന് വരാനാടാ? അപ്പൊ അവൻ കാലിപ്പായിട്ട് പറയുന്നുണ്ട്, അച്ഛാ എന്റെ കാര്യത്തില് ഇടപെടാൻ നിൽക്കരുത്. അപ്പൊ അവന്റെ കാരണത്തൊന്ന് കൊടുത്തിട്ട്, ഞാൻ നിന്റെ അച്ഛനാണെങ്കിൽ നിന്റെ കാര്യത്തിൽ ഇടപെടും. ഇത് നീ നേരായ മാർഗത്തിൽ ഉണ്ടാക്കിയ പൈസയല്ല, എന്നാൽ എന്റെ കയ്യിൽ ഉണ്ടാക്കിയത് നേരായ മാർഗത്തിലല്ല. ഈ പൈസ നീ എവിടുന്ന എടുത്തേ അവിടെ വേഗം കൊണ്ട് വെച്ചേക്ക്. MLA കരുതിയത് അത് എവിടുന്നോ കട്ടെടുത്താണെന്നാണ്. എന്നാൽ അതിന്റെ പിന്നിൽ വേറെ പല രഹസ്യങ്ങളുണ്ടെന്ന് അങ്ങേർക്ക് അറിയില്ലല്ലോ. അപ്പോഴാണ് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത്, കുറച്ചു നേരത്തെ ഗൗതം ഒരു ടീച്ചറിന്റെ ഫോൺ എടുത്തിരുന്നില്ലേ, ആ ഒരു ടീച്ചറുടെ പേര് കയൽ എന്നാണ്. കയല് അവര് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിത്യ ചോദിക്കുന്നുണ്ട്, അല്ല കയല് എന്താ പറ്റിയേ? അപ്പോഴാണ് കയൽ എന്താ സംഭവിച്ചെന്ന് പറയുന്നത്. അതായത് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഗൗതമും ഫ്രണ്ടും വന്നിട്ട് കയലിനോട്, ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ, എന്നിട്ടും രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് എന്തോ ഒരു തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. കയലിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഗൗതമിനും ഫ്രണ്ടിനും എങ്ങനെ മനസ്സിലാവുക? നിത്യയോട് കാര്യങ്ങൾ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതൊന്നും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല, മോളിലെ തന്നെ നുള്ളിക്കളയണം. നമുക്ക് രണ്ടുപേർക്കും ചേർന്നിട്ട് അവർക്ക് കണക്കിന് പണി കൊടുത്തേക്കാം. എന്നിട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് നമ്മുടെ ഗൗതമിനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് നിത്യ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത്? എന്റെ അച്ഛനാരെന്നറിയോ? അറിയപ്പെടുന്ന ഒരു സീനിയർ ലോയറാണ്, നിനക്ക് പണി ഞാൻ തരാം. അപ്പൊ ഗൗതം, അല്ല ടീച്ചറെ നിങ്ങൾ എന്തിന് ഇതിന്റെ ഇടയിൽ? ഞാനും കയൽ ടീച്ചർ തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് നമ്മൾ നോക്കിക്കൊള്ളാന്ന്. അല്ല കാലമേ, ഞാൻ ഈ പ്രശ്നം ഇവിടെ തീർക്കാന്ന് കരുതിയതാ. അപ്പോ ആളെ കൂട്ടിട്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാനാ? നിങ്ങളുടെ ഫോണിലും ഒരു ബഗ് വെക്കട്ടെ? അത് കേട്ടപ്പോ നിത്യയുടെ കൺട്രോൾ പോയിട്ട് അവന്റെ മുഖം അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ ID കാർഡ് പിടിച്ചു വാങ്ങി വെക്കുകയാണ്. അതില് ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഗൗതം പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഗൗതം നേരെ തന്നെ അച്ഛനെ വിളിക്കുകയാണ്. അപ്പൊ അച്ഛനാണെങ്കിൽ കാലിപ്പിൽ പറയുന്നുണ്ട്, ക്ലാസ് ടൈമിൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല എന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛാ എന്നെ ടീച്ചർ വെറുതെ അടിച്ചോന്ന്, നിങ്ങൾക്ക് വരാൻ പറ്റോ? അല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കണോ? നിന്റെ അമ്മയാടാ നിന്നെ വഷളാക്കുന്നത്, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് MLA അസിസ്റ്റന്റ് ഭൂവില്ലേ, അങ്ങനെ ഈ ഒരു പ്രശ്നം തീർപ്പാക്കാനായിട്ട് സ്കൂളിലേക്ക് അയക്കുകയാണ്. അപ്പോഴാണ് കയല് നിത്യോട് പറയുന്നത്, വെറുതെ ഇതൊരു വലിയ പ്രശ്നമാക്കണോ? പിന്നെ പ്രശ്നമാക്കാതെ അങ്ങനെ വിട്ടുകളയാനാ, എന്റെ അച്ഛൻ നോക്കിക്കോളൂന്ന്. അപ്പൊ കയല്, അത് വേണ്ട, എന്റെ ഏട്ടനും ഒരു പോലീസാ, പക്ഷേ MLAയുടെ മകനല്ലേ, നമുക്ക് അധികമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിത്യ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഏട്ടനും വേണ്ട, എന്റെ അച്ഛനും വേണ്ട, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനോട് സംസാരിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. അതേസമയത്ത് നമ്മുടെ ഗൗതമിനും ഫ്രണ്ടിനെയും ഭൂവി വിളിപ്പിച്ചിട്ടുണ്ട്. എന്താ പറ്റുമെന്ന് ചോദിക്കുമ്പോഴാണ് അവന്റെ മുഖത്ത് അടി കിട്ടിയ പാട് കാണിച്ചു കൊടുക്കുന്നത്. ആ ഒരു ടീച്ചർ സ്കൂട്ടിൽ പിന്നാലെ വരുന്നുണ്ട്, ഞങ്ങളങ്ങോട്ട് മാറിയേക്കാം, നിങ്ങൾ ചോദിച്ചു നോക്ക്. അങ്ങനെ പിന്നാലെ വന്ന നിത്യയും കയലിനെയും നമ്മുടെ ഭൂവ് സ്റ്റോപ്പ് ചോദിക്കുന്നുണ്ട്, ഞാന് ഗൗതമിന്റെ ഏട്ടനാ. അല്ല നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ അടിച്ചിട്ടുള്ളത്? അവൻ എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയില്ല, അവൻ ചെയ്ത കാര്യത്തിന് അവന് കിട്ടിയത് കുറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോ ബൂവ്, ഞങ്ങളുടെ കുടുംബത്തില് പലരും പലതും ചെയ്യും, അവന്റെ പാരന്റ്സ് ഒന്നുമല്ലല്ലോ, നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോഴാണ് ബോവിന്റെ കൂടുതൽ 2 കൂട്ടാളികൾ പറയുന്നത്, വണ്ടിയിലൊരു വടിയുണ്ട്, അവളുടെ തലയടിച്ച് പൊട്ടിച്ചേക്ക്, നമുക്കും വലിയ നിലയിലെത്തണ്ടേ. അങ്ങനെ അതിലൊരുത്തനാണെങ്കിലേ നമ്മുടെ നിത്യയുടെ തലക്കടിക്കുന്നുണ്ട്. അപ്പോൾ നിത്യാണെങ്കിലേ കയലിനോട് അവിടുന്ന് രക്ഷപ്പെടാൻ പറയാണ്. എന്നാൽ അത് കണ്ടിട്ട് ബോവാണെങ്കിൽ വല്ലാതെ പേടിച്ചു വരുന്നുണ്ട്. നിങ്ങൾ എന്താടാ ചെയ്തേ? MLA സാറിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം എപ്പോൾ കിട്ടാനാ? അപ്പോഴാണ് ഗൗതമ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. ഈ കാര്യം ഇത് അങ്ങനോട് പറഞ്ഞിട്ട് ശരിയാവില്ല. അങ്ങനെ MLA വിളിച്ചിട്ട് കാര്യം പറയാൻ തുടങ്ങുമ്പോൾ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. അതെന്താണെങ്കിലും അങ്ങ് സോൾവ് ചെയ്തേക്ക്, എന്റെ പേര് ഇതിൽ പെടാൻ പാടില്ല. അങ്ങനെ അവരൊന്നും നടക്കാത്ത പോലെ അവിടുന്ന് വണ്ടിയുടെ തിരിച്ചു പോണ്. നിത്യയ്ക്ക് തലക്കടിയിട്ടിട്ട് ബാലൻസ് നഷ്ടപ്പെട്ടിട്ട് അവളുടെ സ്കൂട്ടി എടുത്തിട്ട് നേരെ വരുന്നത് ആ ഒരു അനാഥാലയിലെ അങ്ങോട്ടേക്കാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും അവള് മയങ്ങി വീണു വന്നിട്ട്. അങ്ങനെ സിസ്റ്റർ ഉടനെ തന്നെ അവളുടെ അച്ഛൻ ദാസിനെ വിളിച്ച് പറയുന്നുണ്ട്, അങ്ങനെ തന്റെ മകൾക്ക് എന്താ പറ്റുന്ന പോലെ അറിയാതെ വേഗം ഹോസ്പിറ്റലിലേക്ക് മാറ്റാണ്. അങ്ങനെ തന്റെ മകൾക്ക് ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ തന്റെ മകളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പായുന്നുണ്ട്. അങ്ങനെയാണ് നിത്യ കോമയിലേക്കായി പോകുന്നത്. അടുത്ത സീനില് പ്രസന്റില് നമ്മുടെ ഗൗതമില്ലേ, അവനവന്റെ കൈ എങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട്. എന്നിട്ട് ദാസിനോട്, മര്യാദക്ക് ഞങ്ങൾ വെറുതെ വിട്ടോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അപ്പൊ ദാസ്, ഞാൻ നിങ്ങളുടെ കൈ അഴിച്ചുവിടാൻ വന്നതാ, പിന്നെന്താ ഷോ ഇറക്കുക? അങ്ങനെ അവന്റെ ഫ്രണ്ടിന്റെയും കൈ അഴിച്ചു കൊടുത്തിട്ട് ഒച്ച ഉണ്ടാക്കാതെ ഇവിടുന്ന് പോയിക്കൊള്ളണം. അടച്ചു വെച്ച് അവർക്ക് ജീവൻ തിരിച്ചിട്ടില്ലേ, അവരവിടെ നോടി തള്ളുന്നുണ്ട്. എന്നാൽ തന്റെ മകൾക്ക് അപകടം സംഭവിക്കാൻ കാരണമായിട്ടില്ല, ഇവരെ രണ്ടുപേരെയും എന്തിനാ അങ്ങനെ വെറുതെ വിട്ടെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഗൗതം ഓടിപ്പിടിച്ച് അവസാനം ഒരു ഫോൺ ബൂത്തിൽ നിന്ന് തന്റെ അച്ഛനെ വിളിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് നിന്ന് ഫോൺ എടുക്കുന്നത് ഫോറൻസിക് ടീമാണ്. അവൻ തന്റെ അച്ഛനോടെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്, കുറെ നാളായിട്ട് നിന്നെ തേടിയിരുന്നല്ലോ, നീ എവിടെയായിരുന്നു? എന്നാൽ തന്റെ അച്ഛൻ മരണപ്പെട്ട് അറിഞ്ഞിട്ട് അവൻ ഷോക്കായി പോകുന്നുണ്ട്, മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സെന്ററിലെ ആൾ ഫോൺ എടുത്തിട്ട് ഗൗതമുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഫോറൻസിക് ടീം പറയുന്നുണ്ട്, അവൻ എവിടെയും പോകാൻ പറ്റരുത്, അവിടെ തന്നെ ലോക്കി. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ പോലീസ് ടീം, അതായത് ഹീറോ ആയിട്ടുള്ള ഇമ്പയും ടീമും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്, ഓൾറെഡി ഗൗതമിനെ ആരോ കൊലപ്പെടുത്തി
ഭീഷണിപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് ആ ഒരു ഷോപ്പിൽ ആളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് കുറച്ചു നേരത്തെ പോലീസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പോലീസിന് ഇയാളുടെ മേലെ സംശയമില്ലേ. അങ്ങനെ അയാളുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ടീമും അവിടുന്ന് തിരിച്ചു പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഫഹദില്ലേ അവൻ പറയുന്നുണ്ട് ഞാൻ ഇമ്പയുടെ കയ്യിൽ ഒരു കേസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതവൻ ചെക്ക് ചെയ്തെന്ന് അറിയില്ല. അതേ സമയത്താണ് ഗ്രൗണ്ടിലായിട്ട് ഏതോ ഒരു പയ്യന്റെ ബോഡി കണ്ടെത്തിയതായിട്ട് പോലീസിയും വിളിച്ച് പറയുന്നത്. അങ്ങനെ ഇമ്പ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പയ്യന്റെ ഐഡന്റിറ്റിയും ഏജൊക്കെ വെച്ചിട്ട് അത് നമ്മുടെ ഗൗതമിന്റെ ഫ്രണ്ടാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. എന്നാൽ ആ ബോഡി ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇമ്പയ്ക്ക് എന്തോന്ന് കത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഇമ്പയുടെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് എന്താണ് നമ്മുടെ ഇമ്പയ്ക്ക് സംഭവിച്ചത് ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അതായത് കുറച്ച് നാൾ മുൻപ് ഇമ്പയുടെ അനിയത്തി പെട്ടെന്ന് ഒരു ദിവസം ഹസ്ബൻഡിന്റെ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഡോറ് ലോക്കിയാണ്. അങ്ങനെ ഹസ്ബൻഡ് ഭയന്നിട്ട് ഇമ്പയെ വിളിപ്പിച്ചാണ് അവര് വന്നു നോക്കുമ്പോൾ അവരുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഇൻബയുടെ അനിയത്തിയിലെ അവര് ആത്മഹത്യ ചെയ്യാണ്. അത് വേറെ ആരുമല്ല നമ്മുടെ കയൽ ടീച്ചർ തന്നെയായിരുന്നു. അപ്പോ പ്രസന്റില് നമ്മുടെ ഇൻബയിലെ ഫഹദിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിന്റെ അനിയത്തിയുടെ കേസിൽ നിനക്ക് എന്തോ എവിഡൻസ് കിട്ടിയെന്ന് പറഞ്ഞിരുന്നില്ലേ, അതെന്തായിരുന്നു? ഒരു 20 അല്ലെങ്കിൽ 25 വയസ്സിനുള്ളിലുള്ള ഏതോ ഒരുത്തന്റെ ഫുട് പ്രിന്റ്, അതുപോലെ ഒരു ബൂമർ കവർ. അപ്പോ ഇമ്പയ്ക്ക് എന്തോന്ന് കത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ നിത്യ അഡ്മിറ്റ് ചെയ്തില്ലേ ആ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അന്ന് ആരാ നിത്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേ? അത് ദാസ് എന്നൊരാളാ. ഫുൾ നെയിം എന്താ? കാളിദാസ്. അങ്ങനെ അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോ നേരെ പോകുന്നത് കഥയുടെ ആരംഭത്തിലൊരു പെൺകുട്ടി മരണപ്പെട്ടില്ലേ അവരുടെ ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിലേക്കാണ്. കാരണം ആ ഒരു ഫ്ളാറ്റിലുള്ള ഒരു ചെറിയ കുട്ടി അന്ന് അവിടെ ആരൊക്കെയാ വന്നു പോയെന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഹീറോ, അല്ല ചോട്ടു, അന്നൊരു ദിവസം നീ എനിക്കൊരു ബൂമർ കവർ തന്നില്ലേ, അത് ആരാ നിനക്ക് തന്നെ? അതന്ന് ഏതോ ഒരു ചേട്ടായിന്റെ കയ്യിൽ തന്നിട്ട് ആ വീട്ടിലേക്ക് കയറിപ്പോയതാ. ആ ചേട്ടായി എനിക്ക് കണ്ടാൽ മനസ്സിലാവോ? അപ്പൊ കുട്ടി ഓർത്തിട്ട് പറയുന്നുണ്ട്, ആ ചേട്ടായിക്ക് 6 വിരലുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ എംപിയിലെ മരണപ്പെട്ട ഗൗതമിന്റെ കൈയൊന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. നോക്കുമ്പോ അവന്റെ കയ്യിലെ 6 വിരലുണ്ട്. അതുപോലെ ഫഹദ് തന്റെ അനിയത്തിയുടെ മർഡർ കേസ് ചെക്ക് ചെയ്യുമ്പോൾ അതിലെ വിക്ടിമിന്റെ ഫിംഗർ പ്രിന്റിലും 6 ഫിംഗർ പ്രിന്റ് ഉണ്ട്. അപ്പോഴാണ് ശരിക്ക് ഫഹദിന്റെ അനിയത്തിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് ഒരിക്കൽ ഗൗതമും ഫ്രണ്ടും തന്റെ കോളേജിലെ ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും ഒക്കെ ഫോണുകൾ ടാപ്പ് ചെയ്ത് ഒളിഞ്ഞു കേട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു കോള് വരികയാണ്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല നമ്മുടെ ഫഹദിന്റെ അനിയത്തിയായ റിപ്പോർട്ടർ ആയിരുന്നു. അവരെ വാൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ടീച്ചറിന്റെ ലൈഫ് കൊണ്ട് കളിക്കാൻ നിൽക്കുക, മര്യാദക്ക് നിങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ ഇവിടെ നിർത്തിയിട്ട് നല്ല കുട്ടികളാണെന്ന് നോക്കിയോ, ഇല്ലെങ്കിൽ പണി കിട്ടുവേ. അതും പറഞ്ഞിട്ട് അവള് ഫോൺ കട്ട് ചെയ്തതാണ്. എന്നാൽ ഗൗതമിന്റെ ഫ്രണ്ട് ഒരു ഹാക്കർ അല്ലേ, രണ്ടും പക്ക അലമ്പുകളും. അപ്പൊ തന്നെ അവർ തീരുമാനിക്കുകയാണ് അവരെ വിളിച്ചതാരാണ്, അവർക്ക് പണി കൊടുക്കണം. കാരണം ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗൗതമിന്റെ അച്ഛൻ MLA ഒക്കെ ശരിക്കും അറിയില്ലല്ലോ. അങ്ങനെ അവര് നേരെ ഫഹദിന്റെ അനിയത്തിയുടെ ആ ഒരു ഫ്ളാറ്റിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത ഫ്ളാറ്റിലെ നമ്മുടെ കുഞ്ഞൂസിലെ അവൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഗൗതമാണെങ്കിൽ അവനെ കൊന്നാലോ? എന്നാൽ ഫ്രണ്ട് അത് ചെറിയ കുട്ടിയാടാ. അങ്ങനെ രണ്ടുപേരും കൂടി ഫഹദിന്റെ അനിയത്തെ കൊലപ്പെടുത്താൻ നോക്കുമ്പോൾ ആ ഒരു കാഴ്ച ആ ഒരു ചെറിയ കുട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവനൊരു ബൂമർ കൊടുത്തിട്ട് ഇനിയിപ്പോ ആരെങ്കിലും നിന്നോട് ഇവിടെ ആരെങ്കിലും വന്നോന്ന് ചോദിച്ചാല് നീ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ആ ഒരു കുട്ടിയും അതും സംബന്ധിച്ചിട്ട് ആ ഒരു ബൂമറുമായിട്ട് പോവാണ്. അതിനുശേഷമാണ് അവര് ഫഹദിന്റെ അനിയത്തെ കൊലപ്പെടുത്തുന്നത്. ഇതേ സീനാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അടുത്ത സീനിൽ നമ്മുടെ എംബയിലെ വണ്ടിയിലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കോൾ വരികയാണ്. നോക്കുമ്പോൾ തന്റെ അനിയത്തി കാലിലെ കാലിന്റെ ഹസ്ബൻഡ് സൂര്യാണ്. സൂര്യ പറയുന്നുണ്ട്, നീ ഇപ്പോ തേടിക്കൊണ്ടിരിക്കുന്ന MLAയുടെ മകൻ ഗൗതമിന്റെ കൊലയാളിയില്ലേ, അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. നീ ഒരു പോലീസായിട്ടും നിന്റെ അനിയത്തിക്ക് നീതി വാങ്ങി കൊടുക്കാൻ പറ്റിയില്ലല്ലോ. എന്നാൽ നിനക്കറിയാലോ അവളെ ഞാൻ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന്. അവൾ എന്നെ വിട്ടുപോയപ്പോ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. അപ്പോ അതെന്താണെന്ന് കണ്ടുപിടിക്കാനേ ഞാൻ ഇറങ്ങിയതാ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കാലിന്റെ കേസ് നിന്റെ ഫ്രണ്ട് ഫഹദ് ആയിരുന്നില്ലേ അന്വേഷിച്ചോണ്ടിരുന്നേ. അപ്പൊ ഒരിക്കൽ ഫഹദിനെ വിളിപ്പിച്ചു. എന്താ കാര്യം എന്നറിയാന് മീറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഫഹദ് പറഞ്ഞത്, നിന്നോട് ചില കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജഗന് പറയാനുണ്ട്. അപ്പോ ജഗൻ ചില ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അതായത് ഒരിക്കൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എന്റെ ഫ്രണ്ടായിട്ടുള്ള നിത്യനെ വിളിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവളുടെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പയ്യന്റെ ഫോട്ടോ എനിക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഒരു ലൊക്കേഷൻ അയച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നാൽ ഏകദേശം അവിടെ എത്തിയപ്പോൾ എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ ഫ്രണ്ട് നിത്യയുടെ തലയ്ക്ക് അവർ ശക്തമായിട്ട് അടിക്കായിരുന്നു. എന്നാൽ സുന്ദരന്റെ ആളുകളിടയിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നറിയാതെ ഞാൻ തരിച്ചു നിന്നപ്പോൾ നിത്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി അവൾ ഓടി എന്റെ അരികിലേക്ക് വന്നു. അവളെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് അവളെ വേഗം തന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. എന്നാൽ അതിനുശേഷമാണ് സൂര്യ അത് നിങ്ങളുടെ ഭാര്യയായിരുന്നു അവര് ആത്മഹത്യ ചെയ്ത കാര്യമൊക്കെ അറിയുന്നത്. എന്നിട്ട് അവസാനമായിട്ട് നിത്യ അയച്ചു കൊടുത്ത ആ ഒരു ഫോട്ടോയും അതുപോലെ കൊല്ലപ്പെട്ട റിപ്പോർട്ടറിലെ അവരുടെ കേസ് ഫയലും നമ്മുടെ സൂര്യക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് കൈലിന്റെ കേസിലെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, ആരൊക്കെയോ അത് മൂടി മറയ്ക്കാനും നോക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് സൂര്യ നീ കണ്ടുപിടിക്കാൻ നോക്ക്. അങ്ങനെയാണ് ഫഹദ് തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അവരെ രണ്ടുപേരും ഞാൻ തേടി ഇറങ്ങിയത്. അതിനിടയിലാണ് നിന്റെ കയ്യിൽ നിന്ന് ഫോറസ്റ്റിൽ വെച്ച് ഒരു പയ്യൻ രക്ഷപ്പെട്ടില്ലേ, അവൻ നേരെ എന്റെ കയ്യിൽ പെട്ടത്. എന്നാൽ അതിനിടയിൽ ആരോ അവനെ ലോക്ക് ചെയ്ത് കൊണ്ടുവന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളെ ഫോളോ ചെയ്തപ്പോൾ അത് കാളിദാസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങേര 2 പയ്യന്മാരും വീട്ടിന്റെ
ഉള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പുറത്തൊരു പേപ്പർ ഉണ്ടെന്ന് വെച്ചു. അത് നോക്കിയപ്പോൾ അതിൽ നിനക്ക് ഒരാളെ മതിയോ 2 പേരെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 പേര് വേണമെന്ന് അയാളോട് ഞാൻ പറയുകയും ചെയ്തു. എന്നാൽ അങ്ങനെ കൂടുതലൊന്നും ചോദിക്കാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ 2 പേരെ അയച്ചു വിട്ടു. അങ്ങനെ അവരെ 2 ആളെയും ഞാൻ പിന്തുടർന്ന് ഫോളോ ചെയ്തു വന്നു. അതിൽ ഗൗതം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോൾ അവന്റെ ഫ്രണ്ടിലെ അവനൊരു ഗ്രൗണ്ടിൽ എന്റെ മുമ്പിൽ തന്നെ വീണു. അപ്പോഴാണ് നടന്ന സത്യങ്ങളൊക്കെ അവൻ എന്നോട് പറയുന്നത്. അതായത് ഗൗതമിനെ ഹാക്കിംഗ് പഠിപ്പിച്ചു കൊടുത്ത ശേഷം അവൻ പല നെറുകേടുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കാലിന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് ആ ഒരു ഫോൺ ക്യാമറയും അതുപോലെ മൈക്കും വെച്ചിട്ട് അവരുടെ പല രഹസ്യങ്ങളും അവൻ കേൾക്കാൻ തുടങ്ങിയത്. അതായത് ഗൗതം കുറെ നാളായിട്ട് ഇതുപോലെ പല ടീച്ചേഴ്സിനെയും അവരുടെ വിഷ്വൽസും വോയിസും വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. അങ്ങനെയാണ് കായലും മരണപ്പെട്ടെന്ന് സൂര്യക്ക് ഉറപ്പായപ്പോൾ നമ്മുടെ ഗൗതമിന്റെ ഫ്രണ്ടിനില്ലേ അവിടെ വെച്ച് തന്നെ സൂര്യ കൊലപ്പെടുത്താണ്. എന്നിട്ട് ഗൗതമിന് പിന്നാലെ പോയിട്ട് അവൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു ടൈലർ ഷോപ്പില്ലേ അതിന്റെ ഉള്ളിലേക്ക് പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് കയറി ചെന്നിട്ട് അവനെയും അവിടെ വെച്ച് കൊന്നു കളഞ്ഞതാണ്. എന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ പുറത്തു വന്നിട്ട് ആ ഒരു ട്രെയിലറോട് പറയുന്നുണ്ട് ഞാൻ പോയിട്ട് പോലീസിനെ കൂട്ടിയിട്ട് വരാം. എന്നിട്ട് എൻപിയോട് പറയുന്നുണ്ട് ആ 2 പേരെയും ഞാൻ തന്നെ കൊന്നേ. അങ്ങനെ സൂര്യ ചെയ്ത കുറ്റങ്ങളൊക്കെ അവൻ ഏറ്റു പറയാണ്. അവൻ ആ ശിക്ഷയും വാങ്ങാണ്. അടുത്ത സീനില് കുറെ നാളായിട്ട് നമ്മുടെ എംപിയും അതുപോലെ ഫഹദും പിരിഞ്ഞിരിക്കായിരുന്നില്ലേ. അങ്ങനെ 2 പേരും ഒന്നിക്കാണ്. അപ്പോൾ ഫഹദ് പറയുന്നുണ്ട് നിന്റെ അനിയത്തിയുടെ കേസ് പണ്ടേ ക്ലോസ് ചെയ്യാൻ പറ്റുമായിരുന്നു. എത്ര പ്രാവശ്യം ആ ഒരു ഫയലും കൊണ്ട് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നതാ. എന്നാലും നിന്റെ മുൻകോപ്പാണ് ഈ ഒരു കേസ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതും സൂര്യന്ന് ജയിലിലാവാനുള്ള കാരണം. അങ്ങനെ ആ ഒരു ഫയൽ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി നമ്മുടെ ഫഹദ് ആ 2 പയ്യന്മാരുടെ ഡീറ്റെയിൽസും അവരുടെ ഫിംഗർ പ്രിന്റും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സീനില് നമ്മുടെ MLAയുടെ മച്ചാൻ ബൂവില്ലേ അവനിപ്പോ നല്ലൊരു പൊളിറ്റീഷ്യൻ ആയിട്ടുണ്ട്. പല പാവങ്ങളെയും അവൻ സഹായിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ദാസിനെ കാണാനായിട്ട് ഫഹദ് വരുന്നത്. അപ്പൊ ഫഹദ് ചോദിക്കുന്നുണ്ട് ഈ ഒരു കേസ് അന്വേഷണത്തിന്റെ ഇടയിലാണ് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കണമെന്ന് എന്റെ മൈൻഡിൽ പലപ്പോഴും വന്നുപോയത്. ആ 2 പയ്യന്മാരും നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് എന്തിനാ അവരെ തുറന്നു വിട്ടെ. അപ്പൊ ദാസ് പറയുന്നുണ്ട് അവരെ കൊന്നുകളയാൻ തന്നെയാ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ അപ്പോഴാണ് എന്നെക്കാളും വെറിയോടെ വേറെ ഒരുത്തൻ അവരുടെ പിന്നാലെയുള്ള കാര്യം ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാനിരുന്നത് അവന് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തു. നമ്മളുടെ പിന്നാലെ നമ്മളോട് പ്രതീക്ഷിക്കാത്ത പല ശത്രുക്കളുണ്ടാവും. അതൊക്കെ ഓർത്തിരുന്നാല് അതിനെ സമയം കാണും. അത് പറഞ്ഞു തീർന്നില്ല. അതിനുള്ളിൽ മുഖം മറിച്ചിട്ടുള്ള ഏതോ ഒരുത്തം വന്നിട്ട് നമ്മുടെ ദാസിനെ ഷൂട്ട് ചെയ്യാണ്. ഈ ഒരു കഥയ്ക്കൊരു 2ാം ഭാഗത്തുള്ള ചാൻസ് ആയിരിക്കാം. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതായത് റിപ്പോർട്ടർ എങ്ങനെയാ ഫഹദിന്റെ അനിയത്തിയായതെന്നൊക്കെ. അവിടെ ചെറുതായിട്ട് കൺഫ്യൂഷൻ ആയതാണ്. ഫഹദിന്റെ അനിയത്തി ആയിരുന്നില്ല റിപ്പോർട്ടർ. അവര് ശരിക്കാരെന്ന് വെച്ചാൽ നമ്മുടെ നിത്യയുടെ ഫ്രണ്ടായിരുന്നു. നിത്യ കായലിനോട് പറഞ്ഞില്ലേ നിന്റെ ഏട്ടൻ പോലീസോ അല്ലെങ്കിൽ എന്റെ അച്ഛൻ വക്കീലോ അല്ലാതെ വേറൊരു ഫ്രണ്ട് ഉണ്ട് എനിക്കെന്ന് അവളോട് ഹെൽപ്പ് ചോദിക്കാന്ന്. അത് തന്നെയായിരുന്നു നമ്മുടെ റിപ്പോർട്ടർ. അങ്ങനെ റിപ്പോർട്ടറോട് ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവളാണ് അവരെ 2 പേരും ഒന്ന് വാൺ ചെയ്തത്. എന്നാൽ ഗൗതമും ഫ്രണ്ടും ഹാക്കേഴ്സ് ആണെന്നും അവര് അവൾക്ക് നേരെ തിരിയൊന്നും അവർ കരുതിയിരുന്നില്ല. അങ്ങനെയാണ് റിപ്പോർട്ടർ അവർ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ട്വിസ്റ്റ് മലയാളി എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.